ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്. അപ്പൊ എന്താണ് ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ എന്താണ് ഗീതു? എന്തായിരുന്നു ഫിസിക്കൽ ഡെവലപ്മെന്റ്? ഇല്ല മിസ്, ഞാൻ 2 ദിവസം എനിക്ക് ക്ലാസ്സിലേക്ക് കയറാൻ പറ്റിയില്ല. ഓക്കെ. ശില്പ എന്താ ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് ശില്പ പറഞ്ഞുതരും. എന്താ ശില്പ ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്താണ്? ഹലോ മാം, ഒരു ഇൻഡിവിജ്വലിന്റെ ബോഡി ഓർഗൻസിന് എക്സ്റ്റേണലോ ഇന്റേണലോ ആയിട്ടുണ്ടാകുന്ന പ്രോഗ്രസീവ് ചേഞ്ചസിനെയാണ് ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ് ശില്പ, വെരി ഗുഡ്. അപ്പൊ ഗീതുന് ക്ലിയർ ആയോ എന്താണ് ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന്? മിസ് ഒന്ന് ചുരുക്കം പറഞ്ഞു. ഓക്കെ, അപ്പോ എന്താണ് ഫിസിക്കൽ ഡെവലപ്മെന്റ്? ഒരു വ്യക്തിയുടെ പ്രവർത്തന ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് അവരുടെ ഓർഗൻസ് എപ്പോഴും ഒരേപോലെ തന്നെയാണോ? അല്ല, വളർന്നുകൊണ്ടേയിരിക്കും അല്ലേ? അപ്പൊ ഒരു വ്യക്തിയുടെ പ്രവർത്തന ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ആ വ്യക്തിയുടെ ഇന്റേണൽ എക്സ്റ്റേണൽ ഓർഗൻസ് ഒക്കെ പ്രോഗ്രസീവ് ചേഞ്ചസ് ഉണ്ടാകുന്നു. ഓക്കെ, ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമ്മുടെ കുറച്ച് ഫീച്ചേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരുന്നു? സൗമ്യ ഉണ്ടോ? സൗമ്യ അതായിട്ടോണ്ടേ ക്ലാസ്സിന് കേറിയില്ല. എനിക്ക് വയ്യാതിരിക്കും, ഹോസ്പിറ്റലിലായിരുന്നു. ഒന്ന് അറിയട്ടെ. ഓക്കെ, നോ പ്രോബ്ലം. ദെൻ പിന്നെ ആരാ പറഞ്ഞു കൊടുക്കുന്നത്? സൗമ്യക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക. എന്തൊക്കെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ദെൻ രമ്യ എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് സ്റ്റേജ് ഇൻഫൻസി സ്റ്റേജ്. ഇൻഫൻസി സ്റ്റേജ് 0 to 2 2 വയസ്സ് വരെ 2 years. ആ കുട്ടിക്ക് ഒരു റാപ്പിഡ് ചേഞ്ചസ് ആണ് ഈ സമയത്ത് ഈ സ്റ്റേജിൽ ഉണ്ടാവുന്നത്. റാപ്പിഡ് ചേഞ്ച് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, പിന്നെന്താണ്? പിന്നെ പ്രീ ചൈൽഡ്ഹുഡ് സ്റ്റേജ് 3 to 6 years. ഫിക്സേഷൻ പീരീഡ് എന്ന് പറയുന്നു. ദിസ് ഈസ് കോൾഡ് ഫിക്സേഷൻ പീരീഡ്. എന്തുകൊണ്ടാണ് ഫിക്സേഷൻ പീരീഡ് എന്ന് പറയുന്നത്? ഇൻഫൻസിയിൽ നമ്മൾ എന്തൊക്കെ കഴിവുകളാണ് നേടിയെടുക്കുന്നത് അതൊക്കെ ഫിക്സ് ചെയ്യണ ഒരു പീരീഡ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ ഫിക്സേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇൻഫാൻസിൽ നമ്മൾ അറിവുകൾ ഇൻഫർമേഷൻസ് എങ്ങനെയാണ് അല്ലേ? നമ്മുടെ സറൗണ്ടിങ്ങിനെ ഒബ്സർവ് ചെയ്തതിന് ശേഷമാണ് ഒരു കുട്ടി എല്ലാ കാര്യങ്ങളും അതിലുള്ള ഇൻഫർമേഷൻസ് അവൻ കളക്ട് ചെയ്യുന്നത് ഒബ്സർവ് ചെയ്തതിന് ശേഷമാണ്. ഓക്കെ, ഇങ്ങനെ കളക്ട് ചെയ്യുന്ന എല്ലാ നോളജും ഏതൊരു ആക്ടിവിറ്റി ആണോ എന്ത് കഴിവാണോ അത് ഫിക്സ് ചെയ്യുന്നതാണ് പ്രീ ചൈൽഡ്ഹുഡ് പീരീഡ്. നെക്സ്റ്റ് എന്തായിരുന്നു? മിഡിൽ ചൈൽഡ്ഹുഡ് പീരീഡ് ആണ്. 7 to 9 year വരെയാണ്. അതായത് ഡെവലപ്മെന്റും ഗ്രോത്തും ഇൻഫൻസിയിൽ സംഭവിച്ച അത്ര തന്നെ ഈ പീരീഡിൽ സംഭവിക്കണില്ല. അത്രത്തോളം ഒരു ഗ്രോത്ത് ഡെവലപ്മെന്റ് സംഭവിക്കുന്നില്ലെങ്കിലും ഇതൊരു എന്താ പറയാ പീരീഡ് തന്നെയാണ്. പക്ഷെ അത്രയ്ക്ക് ഗ്രോത്ത് സംഭവിക്കുന്നില്ല. അടുത്ത പീരീഡ് ലേറ്റർ ചൈൽഡ്ഹുഡ് പീരീഡ്, അത് 10 to 13 years വരെയാണ്. അഗൈൻ ഫിക്സേഷൻ പീരീഡ് ആണ്. അതായത് 7 to 9 years വരെ നമ്മൾ ഉള്ള കാര്യങ്ങൾ മുഴുവൻ വീണ്ടും ഫിക്സ് ചെയ്യണ പീരീഡ് ആണ്. അഗൈൻ ഫിക്സേഷൻ പീരീഡ് ആണ് ലേറ്റർ ചൈൽഡ്ഹുഡ് പീരീഡ്. പിന്നെ ഏർലി അഡോളസൻസ് പീരീഡ്, അതിലെന്താ പറഞ്ഞത്? അതില് റാപ്പിഡ് ഗ്രോത്ത് ഡെവലപ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. അതിലും റാപ്പിഡ് ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ ലാസ്റ്റ് എന്താ പറയുന്നത്? ഫിസിക്കൽ ഗ്രോത്ത്, മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യണത്, അതല്ലേ പറഞ്ഞ മാം? മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ ഫിസിക്കൽ ഗ്രോത്തിന് എന്താ സംഭവിക്കുന്നത്? ഗ്രോത്ത് അവിടെ സ്റ്റോപ്പ് ആവുന്നു. മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ ഗ്രോത്ത് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുന്നു. ഓക്കെ, ഫിസിക്കൽ ഗ്രോത്ത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്ന സ്റ്റേജ് ഏതാണ് ഇതില്? ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്ന സ്റ്റേജ് ഏതാണ്? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് ഏത് സ്റ്റേജിലാണ്? ഇൻഫാൻസി സ്റ്റേജിലാണ്. ഓക്കെ, 0 to 2 years. 0 to 2 years ഇൻഫാൻസി സ്റ്റേജിലാണ് ഏറ്റവും കൂടുതൽ റാപ്പിഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റും ഗ്രോത്തും സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ്
ഓക്കെ, അപ്പൊ ആവറേജ് ഹൈറ്റ് ഓഫ് എ 3 years old is 96 സെന്റിമീറ്റർ ആണെന്നാണ് പറയുന്നത്. ഒരു 3 ഇയറിന്റെ 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ ആവറേജ് ഹൈറ്റ് എങ്ങനെയായിരിക്കണം? 96 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ദെൻ വെയിറ്റ് എങ്ങനെയാണ്? 13 കിലോഗ്രാം ആണ്. ഓക്കെ, അപ്പൊ ഒരു 3 ഇയർ ആയ ഒരു കുട്ടിയുടെ ഹൈറ്റ് എത്രയാണ്? ഒരു ആവറേജ് ഹൈറ്റ് എത്രയാണ്? 96 സെന്റിമീറ്റർ. 13 കിലോഗ്രാം. ഓക്കെ, 13 kg ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് വെയിറ്റും ഹൈറ്റും തമ്മിൽ. ഓക്കെ, ഒരു 3, 4, 5, 6 ഒരു ഹെൽത്തി പ്രീ സ്കൂൾ ചിൽഡ്രന്റെ സ്റ്റാൻഡേർഡ് ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടായിരുന്നോ? സ്ക്രീൻ കാണുന്നില്ല മാം. സ്ക്രോൾ ചെയ്യൂ. അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, അത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു 3 ഇയർ ആയ ഒരു കുട്ടിക്ക് ആവറേജ് വേണ്ട വെയിറ്റ്, സ്റ്റാൻഡേർഡ് ഹൈറ്റ് അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ബോയ്സിന് എത്രയാണ്? സ്റ്റാൻഡേർഡ് വെയിറ്റ് 14.78 ആണ്. ഗേൾസിന് 13.79 ആണ്. ഓക്കെ, 3 ഇയർ. ദെൻ വിട്ട് സ്റ്റക്ക് ആയി നിൽക്കുന്ന പോലെ കേൾക്കാൻ പറ്റുന്നില്ല. മാം ഒന്ന് സ്ക്രോൾ ചെയ്യോ ഇത്? റിജോ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? റിജോ ഞാൻ പറയുന്നത് ബ്രേക്ക് ആയി പോകുന്നുണ്ടോ? എല്ലാവർക്കും അങ്ങനെയാണോ? ഇല്ല മാം, ഇല്ല, എല്ലാവർക്കും ഇല്ല. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ടേബിൾ ക്ലിയർ അല്ലേ? ക്ലിയർ ആകാത്തത് ബ്രേക്ക് ആവുന്നുണ്ട്. ഞാൻ പറയുന്നത് ബ്രേക്ക് ആവുന്നുണ്ട്. സൂര്യക്ക് മാത്രമേ ഉള്ളൂ ആ പ്രോബ്ലം? വേറെ ആർക്കെങ്കിലും ഞാൻ പറയുന്നത് ക്ലിയർ ആകാത്തതുണ്ടോ? ബ്രേക്ക് ആയി പോകുന്നുണ്ടോ എന്റെ വോയിസ്? ഉണ്ട് മാം, അതല്ലേ വോയിസ് കട്ടാവുക. അതെന്താ? ആരൊക്കെ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് മാം? എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. എല്ലാവരും കൂടി അൺമ്യൂട്ട് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ഡിസ്റ്റർബൻസ് വരുന്നത്. ഓക്കെ, ഒരു ചാർട്ട് കണ്ടോ? സ്റ്റാൻഡേർഡ് ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഓഫ് എ ഹെൽത്തി പ്രീ സ്കൂൾ ചിൽഡ്രന്റെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹൈറ്റ് ആൻഡ് വെയിറ്റ് ആണ് ആ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 3, 4, 5, 6 ആ ഏജിലുള്ള സ്റ്റാൻഡേർഡ് ഹൈറ്റ് ആൻഡ് വെയിറ്റ് ബോയ്സിന്റെയും ഗേൾസിന്റെയും ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കോളത്തിൽ എന്താണ്? അവരുടെ ഏജ് ആണ് കൊടുത്തിരിക്കുന്നത്. 3, 4, 5, 6. ഓക്കെ, നെക്സ്റ്റ് കോളത്തിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ബോയ്സിന്റെ എന്താണ്? 14 ബോയ്സിന്റെ വെയിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് കോളം എന്താണ്? ഗേൾസിന്റെ വെയിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഫസ്റ്റ് കോളത്തിൽ ഏജ് ആണ്, സെക്കൻഡ് കോളത്തിൽ എന്താണ്? ബോയ്സിന്റെ വെയിറ്റ് ആണ് കേട്ടോ. തേർഡ് കോളം ഗേൾസിന്റെ വെയിറ്റ് ആണ്. ദെൻ ഫോർത്തോ ഹൈറ്റ് ആണ്, ബോയ്സിന്റെ ഹൈറ്റ്. ആൻഡ് ഫൈനൽ കോളം ഏതാണ്? ഗേൾസിന്റെ വെയിറ്റ് ഹൈറ്റ്. ക്ലിയർ ആയോ? നോട്ട് ചെയ്തോ? മിസ് ഒന്നും കൂടെ കോളത്തിന്റെ ഇത് പറഞ്ഞേ. ഓക്കെ, PDF ഉണ്ടോ കയ്യില്? ജസ്റ്റ് അതിലൊന്ന് നോട്ട് ചെയ്താലും മതി. ഫസ്റ്റ് കോളത്തിൽ ഏജ് ആണ് കൊടുത്തിരിക്കുന്നത്. 3, 4, 5, 6 പ്രീ സ്കൂൾ ചിൽഡ്രന്റെ ഏജ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് 14.78, 16.12. ഓക്കെ, അതൊക്കെ എന്താണ്? ബോയ്സിന്റെ വെയിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ബോയ്സിന്റെ വെയിറ്റ് 13.79, 15.85 ആ കോളം കണ്ടോ? അത് ഗേൾസിന്റെ വെയിറ്റ് ആണ്. ഗേൾസ് എന്ന് എഴുതി വെക്കാം വെയിറ്റ്. ഓക്കെ, നെക്സ്റ്റ് 2 കോളം വരുന്നത് ഹൈറ്റിനെ കുറിച്ചാണ്. അതിൽ ഫസ്റ്റ് കോളം ബോയ്സിന്റെ ഹൈറ്റിനെ കുറിച്ചും നെക്സ്റ്റ് വരുന്നത് ഗേൾസിന്റെ ഹൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നോട്ട് ചെയ്തോ? ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് റീഡ്. ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റ് ആൻഡ് വെയിറ്റ് ആണ് പ്രീ സ്കൂൾ ചിൽഡ്രന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹൈറ്റ് ആൻഡ് വെയിറ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ എങ്ങനെയാണ് ഹൈറ്റും വെയിറ്റും എല്ലാ കുട്ടികൾക്കും ഒരേപോലെയാണോ കൂടുന്നത്? അല്ല. എന്തുകൊണ്ടല്ല എന്ന് പറയാൻ കാരണം എന്താ?
എന്താ ശില്പ, എന്താ കുട്ടികളുടെ ഹൈറ്റും വെയിറ്റും ഒരേപോലെ അല്ല എന്ന് പറയാൻ കാരണം എന്താ? ചിലപ്പോൾ അവരുടെ വെയിറ്റ് എന്താണ് നമ്മൾ ജനിക്കുമ്പോൾ ഉള്ള വെയിറ്റ് അനുസരിച്ചിട്ട് ആയിരിക്കും ഈ ഹൈറ്റും വെയിറ്റും വരുന്നത്. അപ്പോൾ ഇപ്പൊ ജനിക്കുമ്പോൾ കൊച്ചിന് കുറവാണെന്നുണ്ടെങ്കിൽ അതിന്റെ വെയിറ്റും ഹൈറ്റും കുറവായിരിക്കുള്ളൂ ഓൾറെഡി. പിന്നെ പിന്നെ അവരുടെ പാരമ്പര്യം ഫുഡ് കഴിക്കുന്നതനുസരിച്ചിരിക്കും. പാരമ്പര്യം ഒരു മെയിൻ ഫാക്ടർ ആണ്. ഓക്കെ, എന്താണ് ചില വീടുകളില് അച്ഛൻ എന്താണ് ചിലപ്പോൾ നല്ല ഹൈറ്റ് ഉണ്ടെങ്കിൽ മക്കൾക്കും ഹൈറ്റ് ഉണ്ടായിരിക്കും അല്ലേ? ചിലപ്പോൾ നല്ല വെയിറ്റ് ഉള്ള ഫാമിലി ആണെങ്കിൽ അവിടെയുള്ള എല്ലാവർക്കും മക്കൾക്കും വെയിറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഹെറിഡിറ്ററി പാരമ്പര്യം ഒരു ഫാക്ടർ ആണ്. ഓക്കെ, പിന്നെന്താണ്, പിന്നെന്തൊക്കെ അഫക്ട് ചെയ്യാം? ഏതൊക്കെ ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യാം? കുട്ടി കഴിക്കുന്ന ഫുഡ്, കുട്ടിയുടെ ആക്ടിവിറ്റി, അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അവൻ കഴിക്കുന്ന ഫുഡ് ന്യൂട്രീഷ്യസ് ഫുഡ് ആണോ, അല്ലെങ്കിൽ എന്താണ് ആക്ടിവിറ്റീസ്, ഓക്കെ, ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തൊക്കെയായിരിക്കാം? നമ്മൾ പണ്ട് ചിലപ്പോ ഹൈറ്റ് ഒക്കെ കൂടാൻ എക്സസൈസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ കുട്ടികള്? ഹൈറ്റ് ഇല്ലാത്ത കുട്ടികൾ ഹൈറ്റ് കൂടാനായിട്ട് എക്സസൈസ് ചെയ്യുന്നത്. ബാറില് തൂങ്ങി അതന്നെ, അങ്ങനെ അതന്നെ. ഓക്കെ, ഹാങ് ചെയ്തിട്ട് ഇങ്ങനെ. ഓക്കെ, അപ്പൊ ഇത്ര ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഹെറിഡിറ്ററി ഫാക്ടർ ആണ്. പിന്നെ എന്തൊക്കെയാണ്? ഫുഡ്, അവർ കഴിക്കുന്ന ഫുഡ്. ഓക്കെ, ഈ ഫാക്ടേഴ്സ് ഒക്കെ കുട്ടികളുടെ ഹൈറ്റും വെയിറ്റും, കുട്ടികളെല്ലാം ഇൻഡിവിജ്വൽ ഡിഫറെന്റ് ആണ് അല്ലേ? ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. ഓക്കെ, അപ്പൊ ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് അവരുടെ ഹൈറ്റും വെയിറ്റും ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ കുട്ടികളുടെയും ഹൈറ്റും വെയിറ്റും ഒരേപോലെയല്ല. ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, ഇപ്പൊ 4 വയസ്സുള്ള ഒരു കുട്ടിക്ക് എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ആയിരിക്കും ഹൈറ്റും വെയിറ്റും? അല്ലേ? ഇത് വ്യത്യസ്തമാണ്. ഹൈറ്റും വെയിറ്റും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ബ്രെയിൻ ഡെവലപ്മെന്റ് എങ്ങനെയാണ്? ഒരേപോലെ ആയിരിക്കുമോ? സൈസ് ഓഫ് ദ ബ്രെയിൻ എന്താണ്? അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരേപോലെ ആണെന്നല്ല, സൈസ് ഓഫ് ദ ബ്രെയിൻ, ഹൈറ്റും വെയിറ്റും ഇൻക്രീസ് ചെയ്യുന്നത് പോലെ തന്നെ അവരുടെ ബ്രെയിനും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് സ്റ്റഡി ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ബൈ ദ ടൈം ഓഫ് ചൈൽഡിന്റെ 6 ഇയർ 6 വയസ്സുള്ള ഒരു കുട്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു അഡൽട്ടിന്റെ ബ്രെയിനിന്റെ 90% ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അത് ഒരു 6 വയസ്സുള്ള ഒരു കുട്ടിയുടെ ബ്രെയിൻ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു അഡൽട്ടിന്റെ ബ്രെയിൻ വെയിറ്റിന്റെ 90% ആയിരിക്കും. അപ്പൊ നമ്മൾ പറയാറുണ്ട് പ്രീ ചൈൽഡ്ഹുഡ്, ആ ടൈമിൽ തന്നെ കുട്ടികളുടെ ബ്രെയിൻ മാക്സിമം വളർന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അത് അപ്പൊ ഒരു അഡൽട്ടിന്റെ ബ്രെയിൻ പോലെയല്ലേ ഒരു കുട്ടിയുടെ ബ്രെയിനും എന്ന് പറഞ്ഞു? ഓക്കെ, 90% അഡൽട്ടിന്റെ ബ്രെയിനിന്റെ 90% വളർന്നിട്ടുണ്ടാവും പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പറയുന്നത്? പിന്നെ മസിൽസിനൊക്കെ എന്താ സംഭവിക്കുന്നത്? മസിൽസിനൊക്കെ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ഓരോ വയസ്സ് കഴിയുന്തോറും എന്ത് മാറ്റമാണ്? ഹൈറ്റും വെയിറ്റും ഇൻക്രീസ് ചെയ്യുന്നത് പോലെ മസിൽസിന് എന്താ മാറ്റം സംഭവിക്കുന്നത്? സ്ട്രോങ് ആവാൻ, എന്താണ് തിക്ക് ആവാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഒരു കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയായിരിക്കാം? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു കുട്ടിയുടെ വളർച്ചയെ, അവന്റെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയായിരിക്കാം? ന്യൂട്രീഷ്യസ് ഫുഡ്. ഫുഡ്. ഓക്കെ, ഫുഡ് ഇൻഫ്ലുവൻസ് ചെയ്യാം. പിന്നെ എന്തൊക്കെ ഫാക്ടേഴ്സ്? മെന്റൽ ഹെൽത്ത്. ഓക്കെ, മെന്റൽ ഹെൽത്ത്. പിന്നെന്താണ്? ഹെറിഡിറ്ററി. ഓക്കെ, ഫിസിക്കൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെയിൻ ഫാക്ടർ ആണ് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്. അതിൽ ഏതൊക്കെ വരാം? ഹെറിഡിറ്ററി ആയിട്ട് ചില സ്വഭാവ സവിശേഷതകൾ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ, പാരമ്പര്യമായിട്ട് ഹൈറ്റ് കൂടുതലുള്ള ഫാമിലി ആണെങ്കിൽ ആ കുട്ടികൾക്കും ഹൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എല്ലാവരും അങ്ങനെ ആണെന്നല്ല കേട്ടോ, പക്ഷെ മെജോറിറ്റി. ദെൻ പിന്നെന്താണ്? വെയിറ്റ് അതേപോലെയാണ്. പിന്നെ എന്തൊക്കെ ഹെറിഡിറ്ററി ആയിട്ട് കിട്ടാം? ആ കുട്ടിക്ക് ക്യാരക്ടർ, അപ്പിയറൻസ് മാഡം.
അപ്പിയറൻസ്. ഡിസീസസ്. പിന്നെ ഈ കുട്ടിയുടെ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഫിസിക്കൽ ഗ്രോത്തിന് ഞാൻ പറഞ്ഞ ഹെറിഡിറ്ററി ആയിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കാം? സവിശേഷതകൾ ആ കുട്ടിക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഹൈറ്റ് പാരമ്പര്യമായിട്ട് ലഭിക്കാം. ചിലപ്പോൾ ഹൈറ്റ് കുറഞ്ഞ ഫാമിലി ആണെങ്കിൽ എന്താണ്, ആ കുട്ടിക്കും ചിലപ്പോൾ ഹൈറ്റ് കുറവായിരിക്കും. ഓക്കെ, വെയിറ്റ് അതേപോലെയാണ്. പിന്നെന്താണ്, കളറ്. ഓക്കെ, വേ ഓഫ് ടോക്കിംഗ്. കളർ കണ്ടിട്ടില്ലേ? ഹെയറിന്റെ കളർ, ഹെയർ കളർ. ഓക്കെ. കണ്ണ്. കണ്ണ്. അതെ. അത് പീപ്പിൾസ് അല്ലേ? ഓക്കെ. കൃഷ്ണമണിക്ക് പാരമ്പര്യമായിട്ട് ചിലപ്പോ കളർ കിട്ടാറുണ്ട് അല്ലേ? പിന്നെ മിസ് പിന്നെന്തൊക്കെയാണ്? ചിലർക്ക് വിക്ക് അതുപോലെ ചില കഴിവുകൾ, പാടാനുള്ള കഴിവുകൾ, വരയ്ക്കാനുള്ള വെരി ഗുഡ്. ഓക്കെ ഗീതു, പാടാനുള്ള സ്കില്ലുകൾ, പാടാനുള്ള കഴിവ് അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെ പാരമ്പര്യമായിട്ട് ലഭിക്കാറുണ്ട്. ഡ്രോയിങ്. ഓക്കെ, വെരി ഗുഡ് ഗീതു. പിന്നെ ഏതൊക്കെയാണ്? പിന്നെ എന്തൊക്കെ ലഭിക്കാം ഇതേപോലെ പാരമ്പര്യം? എന്തോ ഹെറിഡിറ്ററിയായിട്ട് ആ രോഗവും അടുത്ത ജനറേഷനിലോട്ട് ബാധിക്കാറുണ്ട്. ഓക്കെ. പിന്നെന്തൊക്കെയാണ്? അച്ഛനും അമ്മയ്ക്കും പാരന്റ്സ് ഉണ്ടെങ്കിൽ എന്തോ ഒരാള് പറയൂടാ, ക്ലിയർ ആയില്ല. അച്ഛനും അമ്മയ്ക്കും ഒക്കെ നുണക്കുഴിയൊക്കെ ഉണ്ടെങ്കിലേ അതും കുട്ടിക്ക് വരുമല്ലോ. ക്ലിയർ ആയില്ല. അച്ഛനും അമ്മയ്ക്കും ഈ നുണക്കുഴിയില്ല, കവിളത്ത് കുഴിയില്ല, നുണക്കുഴി. ഓക്കെ. അതും പാരമ്പര്യമായിട്ട് വരാറുണ്ട്. ഓക്കെ. പിന്നെ ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള പാരന്റ്സ്, ചില കുട്ടികൾക്ക് ബ്ലഡ് ഗ്രൂപ്പും സെയിം ഒക്കെ ആയിട്ട് വരില്ല. ഇന്റലിജൻസ്, ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ. ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള പാരന്റ്സ് ഉണ്ടെങ്കിൽ അതും അങ്ങനെ വരാറുണ്ട്. ഓക്കെ. ഹെയർ മാം, ഹെയർ ചിലപ്പോ ചുരുളം മുടിയാണെങ്കിൽ എന്താണ്, ആ കുട്ടിക്ക് ആ ചുരുളം മുടി കിട്ടാറുണ്ട് അല്ലേ? ലോങ് ഹെയർ ആണെങ്കിൽ ചിലർക്ക് ലോങ് ഹെയർ കിട്ടുന്നത്. തിക്നെസ്. അതിന്റെ ലെങ്ത് ഒക്കെ കളർ കിട്ടും. ഓക്കെ. ബോഡിയിലെ ചില ഹൈ പവർ ഉണ്ടാവും. അതിന് മോൾസ് ചെറിയ മാർക്സ് ഒക്കെ ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ചില കുട്ടികൾക്ക് പേരൻസിനെ പോലെ സ്ട്രക്ചർ കിട്ടാറുണ്ട്. ക്ഷമയുള്ളവരായിരിക്കും. ഉരുണ്ട ശരീരമായിരിക്കാം, ചിലർക്ക് നീണ്ട ശരീരമായിരിക്കാം. ഓക്കെ. അതെ. ഫിംഗേഴ്സ്, ഹൈറ്റ് കിട്ടും. പിന്നെന്താണ്, വെയിറ്റ് അതേപോലെയാണ് അല്ലേ? ഹാൻഡികാപ്ഡ് ആണെങ്കിൽ മേ ബി അത് ട്രാൻസ്മിറ്റ് ആവാൻ ചാൻസ്. എന്താണ് ട്രാൻസ്മിറ്റ് ആവുന്നത്? പാരന്റ്സ് ആരെങ്കിലും ഹാൻഡികാപ്ഡ് ഒക്കെ ആണെങ്കിൽ. ഓക്കെ. പിന്നെന്താണ്? അതെ, വെരി ഗുഡ്. ടിൻസ്, ചില ഫാമിലീസ് കണ്ടിട്ടില്ലേ, അതിൽ എല്ലാ ജനറേഷനിലും ഓരോ ടിൻസ് ഉണ്ടായിരിക്കും. ഓക്കെ. വേറെ എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? ലിവിങ് കണ്ടീഷൻസ് ഇല്ലേ മാം? സ്കിൻ കളർ. ഓക്കെ, സ്കിൻ. ഫിംഗേഴ്സ് എങ്ങനെയാ, എനിക്ക് ക്ലിയർ ആയില്ല. അത് ഫിംഗേഴ്സ്, ഷീബ എന്താ മീൻ ചെയ്യുന്നതുകൊണ്ട്? ഫിംഗർ, ഷീബ എവിടെ? ഷീബ ചില കുട്ടികളിൽ ചിലർക്ക് 6 വിരലുകൾ ഉണ്ടാവില്ല മിസ്സർ, ചിലരിലൊക്കെ വിരലുകളില്. ഓക്കെ. റിസംബ്ലൻസ് ഒരുപോലെ ഇരിക്കും. പാരന്റ്സ് ഇപ്പൊ ഗ്രാൻഡ് പാരന്റ്സ് ആണെങ്കിൽ അവരെ പോലെ തന്നെ ഇരിക്കും. എന്റെ ഡാഡിയുടെ പോലെയാണ് എന്റെ മോന്. എല്ലാവരും പറയും ഡാഡിയുടെ പോലെയാണെന്ന്. റിസംബ്ലൻസ്. ഓക്കെ. ഒരേപോലെ കാണാനായിട്ട്. കൃഷ്ണമണി. വെരി ഗുഡ്.
ചിലർക്ക് നല്ല സ്വീറ്റ് വോയിസ് കിട്ടും അല്ലേ? ചിലർക്ക് ഇങ്ങനെ ഹാർഡ് ആയിട്ടുള്ള, ചിലപ്പോൾ ഹാർഷ് ആയിട്ടുള്ള മോഡൽ വോയിസ് ആയിരിക്കും അല്ലെ? അത് പാരമ്പര്യമായിട്ട് കിട്ടാറുണ്ട്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ എന്തായിരുന്നു പറഞ്ഞത്? ബിഹേവിയർ. വിക്കലില്ലേ സംസാരിക്കും. അതപ്പോ ന്യൂ പോയിന്റ്സ് ഉണ്ടോ? ഹാൻഡ് റൈറ്റിംഗ്. ഓക്കെ. പിന്നെ പിന്നെ ലെഫ്റ്റ് ഹാൻഡർ ആണ് പാരന്റ്സിങ്, ചിലപ്പോ കുട്ടികൾക്ക് ലെഫ്റ്റ് ഹാൻഡർ ഒക്കെ ആവും. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് അത് പാരമ്പര്യമായിട്ട് കിട്ടാറുണ്ട്. സ്കില്ല് പാരമ്പര്യമായിട്ട് കിട്ടാറുണ്ട്. ഓക്കെ, ഹെയർ കളർ, ഐ കളർ. ഓക്കെ, ടാലൻസ്. ഓക്കെ, കിട്ടാറുണ്ട്. പെയിന്റിംഗ്. അതൊക്കെ ടാലന്റ് സ്കില്ലിലൊക്കെ പെട്ടു അല്ലെ? പെയിന്റിംഗ്, ഡ്രോയിങ്, പാടാനുള്ള കഴിവ്, അല്ലെങ്കിൽ എന്താണ് ഡാൻസ് ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെ പാരമ്പര്യമായിട്ട് കിട്ടാറുണ്ട്. അപ്പൊ മനസ്സിലായല്ലോ, ഹെറിഡിറ്ററി ഒരു കുട്ടിയുടെ ഫാക്ടേഴ്സ് ആണ് ഹെറിഡിറ്ററി അഫക്ട് ചെയ്യാറുണ്ട്. പിന്നെന്തൊക്കെ ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നുണ്ടാകാം? ഹെറിഡിറ്ററി അല്ലാതെ വേറെ എന്തെല്ലാം ഫാക്ടേഴ്സ് ഒരു കുട്ടിയുടെ ഗ്രോത്തിനെ അല്ലെങ്കിൽ ഡെവലപ്മെന്റിന് ലിവിംഗ് സറൗണ്ടിങ്സ്, എൻവയോൺമെന്റ്, ആയിട്ടുള്ള കാര്യങ്ങൾ. എന്തൊക്കെ വേറെ ഫാക്ടേഴ്സ് ഒരു കുട്ടിയുടെ വളർച്ചയെ ബാധിക്കാം? ന്യൂട്രീഷൻ. ഓക്കെ, ഫുഡ്. അവര് കളിക്കുന്ന പിന്നെ മിസ്സേ പ്രസവ സമയത്ത് സംഭവിക്കുന്ന ചില ഡെലിവറി സമയത്ത് സംഭവിക്കുന്ന ചില പിഴവുകളൊക്കെ. ആ സമയത്ത് അമ്മയുടെ മെന്റൽ കണ്ടീഷൻ. ഓക്കെ, ഫിസിക്കൽ കണ്ടീഷനും മെന്റൽ കണ്ടീഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത് കുട്ടിയെ അഫക്ട് ചെയ്യാം. പിന്നെന്തൊക്കെയാണ്? ഡെലിവറിയുടെ സമയത്ത് കിട്ടുന്ന കെയറും കാര്യങ്ങളും. കെയർ. ഓക്കെ, ഡെലിവറി ടൈം കിട്ടുന്ന കെയർ വെരി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെന്താണ്? ആ കുട്ടിക്ക് ഉണ്ടാവുന്ന അസുഖങ്ങള്, ഇൽനെസ്, ഡിസീസസ്, അതൊക്കെ. പിന്നെ ആ കുട്ടി ജീവിക്കുന്ന കണ്ടീഷൻസ്, ജീവിക്കുന്ന ആ ഒരു സാഹചര്യം. ലിവിംഗ് കണ്ടീഷൻ ആ കുട്ടിയെ ബാധിക്കുന്നുണ്ട്, ഫിസിക്കൽ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തൊക്കെയായിരിക്കാം? ഡെലിവറി. ഓക്കെ, അതും ഡെവലപ്മെന്റിനെ ബാധിക്കുന്നുണ്ട് അല്ലേ? മറ്റു കുട്ടികളുടെ വളർച്ചയുടെ ഒപ്പം ആ കുട്ടിക്ക് എത്താൻ കഴിയില്ല, കുറച്ച് ടൈം എടുക്കും അല്ലേ? പിന്നെന്തൊക്കെയാണ്? ആലോചിച്ച് നോക്കൂ, ഒരു കുട്ടി, നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടല്ലോ, അവന്റെ വളർച്ച എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്ന ഫുഡ്. ഓക്കെ, പിന്നെന്താണ്? രോഗപ്രതിരോധ ശേഷി. എന്തോ? കെയർ, ലവ്, പേഷ്യൻസ്. സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ്. ഓക്കെ, ഫാമിലി കണ്ടീഷൻസ്. ഓക്കെ, ഇത് മാത്രമേ ഉള്ളൂ, ഇത്രയും മാത്രമേ ഉള്ളൂ ഒരു കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അവര് കളിക്കുന്ന കളികളൊക്കെ ഇല്ലേ, ഇപ്പൊ ആക്റ്റീവ് ആയിരിക്കണം അല്ലെ? കളികൾ അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ. മാം, പിന്നെ വാക്സിൻ ഒക്കെ കറക്റ്റ് സമയത്ത് എടുത്തിട്ടില്ലെങ്കിൽ? വാക്സിൻ. ഓക്കെ, വെരി ഗുഡ്. വാക്സിൻ. പിന്നെന്താണ്? എക്സർസൈസ്, സോഷ്യൽ മീഡിയ, ശരിയായിട്ടുള്ള ഉറക്കം. ഓക്കെ, സ്ലീപ്പ്, ഉറക്കം. സോഷ്യൽ മീഡിയ, സ്ലീപ്പും അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഫുഡും ആ കുട്ടിക്ക് ലഭിക്കണം അല്ലേ? സോഷ്യൽ മീഡിയ ലഭിക്കണം. ഓക്കെ, ഫിസിക്കൽ ഗ്രോത്തിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ്? സോഷ്യൽ മീഡിയ. ഓക്കെ, നമ്മൾ ന്യൂട്രീഷ്യസ് ഫുഡ് എപ്പോഴാണ്? ബിഫോർ ഡെലിവറി, ആ കുട്ടിയുടെ അമ്മയുടെ വയറ്റിലുള്ള ടൈമിലും പുറത്ത് വന്നതിന് ശേഷവും ആ കുട്ടിക്ക് ന്യൂട്രീഷ്യസ് ഫുഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ആ ന്യൂട്രീഷ്യസ് ഫുഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഫാക്ടറാണ്, ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. പിന്നെ എന്തൊക്കെയാണ്? ഹൈജീനിക് എൻവയൺമെന്റ്. ഓക്കെ, ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എന്തൊക്കെയാണ്? ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ആക്സിഡൻസ് ഒരു റീസൺ അല്ലേ? ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഗ്രോത്തിനെ ബാധിക്കുന്ന
ഒരു ഫാക്ടർ ആണ് ആക്സിഡൻസ്. ക്ലിയർ ആയോ? ഓക്കെ, അസുഖങ്ങൾ ബാധിക്കാം. പിന്നെ വേറെന്തെങ്കിലും ഉണ്ടോ? വേറെന്തെങ്കിലും ഫാക്ടർ ഉണ്ടോ ഇപ്പൊ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്ത? ഇനി അത് ഫാക്ടേഴ്സ്? കൺഫ്യൂഷൻസ്, കുട്ടികൾ ചെറുപ്പത്തിൽ ഉണ്ടാവുന്ന കൺഫ്യൂഷൻസ്. ഓക്കെ, കൺഫ്യൂഷൻസ്, അവരുടെ സ്ട്രെസ്, ടെൻഷൻ, ഓക്കെ, ഇതൊക്കെ അഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? എഡ്യൂക്കേഷൻ. ഓക്കെ, എഡ്യൂക്കേഷൻ. കൂട്ടുകെട്ട്, അതായത് അവൻ ഇടപഴകുന്ന ഒരു സാഹചര്യം, സ്കൂളിലാണെങ്കിലും ഫ്രണ്ട്സിന്റെ ഒക്കെ ആ ഒരു ക്യാരക്ടർ. ഓക്കെ. അപ്പോൾ ഒരു കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഡിസ്കസ് ചെയ്തു. ഹെറിഡിറ്ററി ആയിട്ടാകാം, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ഓക്കെ, ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു, അതേപോലെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ഡിസ്കസ് ചെയ്തു. അത് ക്ലിയർ ആയോ? അപ്പോ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ക്ലിയർ ആയോ അത്? ഓക്കെ, അപ്പൊ നമുക്കിനി നമ്മുടെ ആക്ഷൻ സോങ് അല്ലെങ്കിൽ റോൾ പ്ലേയിലോട്ട് പോകാം. ആരൊക്കെ ഇന്ന് റെഡിയായി വന്നിരിക്കുന്നത് അതിനുവേണ്ടി? റോൾ പ്ലേ ഓർ ആക്ഷൻ സോങ്? ആക്ഷൻ സോങ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞവര് റോൾ പ്ലേ ചെയ്യും. ഓക്കെ, ഞാൻ ആക്ഷൻ സോങ്. അഖില. 1 minute. അഖില. ഓക്കെ, അഖില. ക്ലിയർ ആണ്. Butterfly, butterfly, flutter around. Butterfly, butterfly, touch the land. Butterfly, butterfly, reach the sky. Butterfly, butterfly, land on me. Butterfly, butterfly, fly so free. Butterfly, butterfly, say goodbye. നന്നായിട്ട് കേട്ടോ. ഓക്കെ, വേറെ ആരാ ഉള്ളത്? അഖില. ഞാൻ റെഡിയാണ് മാം, പക്ഷെ ഇവിടെ റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ട്. ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോ, ക്ലിയർ ആണല്ലോ പറയുന്നത്. വീഡിയോ ചിലപ്പോ കിട്ടുന്നുണ്ടാവില്ല. ഒന്ന് ഓണാക്കി നോക്കാവോ? സുഹാനത്തല്ലേ? ആക്ഷൻ സോങ് പേരെന്താ? ജെ ആൻഡ് ജി. ഗിഫ്റ്റി. ഓക്കെ, ഗിഫ്റ്റി. പറയൂ. ഒരു മിനിറ്റ്, ഞാൻ വീഡിയോ ഓൺ ആക്കട്ടെ. ആക്ഷൻ സോങ് ആണോ ചെയ്യുന്നത്? അതെ. ഓക്കെ. കാണാനില്ലേ മിസ്സേ? കാണുന്നുണ്ട്, പക്ഷെ തിരിഞ്ഞിരിക്കണല്ലോ. ഓക്കെ. ഓക്കെ. If you're happy and you're not, clap your hands. If you're happy and you're not, clap your hands. If you're happy and you're not, and you really want to show it. If you're happy and you're not, clap your hands. If you're happy and you're not, stamp your feet. If you're happy and you're not, stamp your feet. If you're happy and you're not, and you really want to show it. If you're happy and you're not, stamp your feet. If you're happy and you're not, turn around. If you're happy and you're not, turn around. If you're happy and you're not, and you really want to show it. If you're happy and you're not, turn around. Thanks. ഓക്കെ, ഗിഫ്റ്റി നന്നായിട്ട് ചെയ്തിട്ടോ. വെരി ഗുഡ്. കാണുന്നില്ലാന്നോ? ആർക്കാ കാണാത്തത്? റൂബിയ കണ്ടില്ല? നന്നായിട്ട് ചെയ്തു. നമ്മുടെ ഗിഫ്റ്റ് നന്നായിട്ട് ചെയ്തിട്ടോ. ഇനി വേറെ ആരാണത്? റുബിയ ചെയ്തതാണോ? റുബിയ.
ഞാൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യാവേ. ഓക്കെ. ആ ഇല്ല മാം, ഞാൻ ഹോസ്പിറ്റലിലാണ്. ആരത്? റുബിയ. ഞാൻ ചെയ്യാം മിസ്. ശ്വേത ആണോ? ശ്വേത. 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 Sorry. Momo, white cow, have you any milk for me? As dear, as taste candy. Make it into butter, make it into cheese. Freeze it into ice cream, drink it if you can, please. Thank you, miss. വെരി ഗുഡ്. ശ്വേത നന്നായിട്ട് ചെയ്തിട്ട് വെരി ഗുഡ്. ഓക്കെ. നെക്സ്റ്റ് ആരാണ്? ജിഷ. ജിഷ ചെയ്തതാണോ? ഞാൻ ചെയ്തിട്ടുണ്ട്. അഞ്ജലി ഞാൻ ചെയ്തതാ മാം. ചെയ്തതാണ്. ഓക്കെ. അപ്പൊ ചെയ്യാത്തവര് പറയൂ, ആരൊക്കെയാ ചെയ്യാത്തവര്? മാം ഞാൻ ചെയ്തില്ല. അശ്വതി ആണോ? യെസ്. അശ്വതി ചെയ്തോളൂ. റെഡി ആണോ ഇപ്പോ? റെഡിയാണ്. എനിക്ക് വീഡിയോ സ്റ്റക്ക് ആവും. ഞാൻ പാടിയാ മതിയോ? എനിക്ക് ഇവിടെ റേഞ്ച് ഇല്ല. ജസ്റ്റ് വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ. നോക്കട്ടെ. ക്ലിയർ ആണല്ലോ? How many fingers on one hand? How many fingers on one hand? Let's all count together. 1, 2, 3, 4, 5. How many fingers on two hands? How many fingers on two hands? Let's all count together. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Okay. ഓക്കെ. അപ്പൊ ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? ഈ റൈംസ് എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യും? കുട്ടികളെ എന്ത് പഠിപ്പിക്കാം ഇതിലൂടെ? നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ. ഓക്കെ. കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ട് കേട്ടോ. ഇത് കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവ് ആവും. ഓക്കെ. നെക്സ്റ്റ് ഞാൻ ചെയ്യാം. മാം ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തോ? ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഇന്ന് ക്ലാസ്സിൽ ചെയ്തതായിരുന്നു. ചെയ്തതാണിത്. ഓക്കെ. ഹലോ, ഞാൻ ചെയ്യട്ടെ മാം? സുഹാനത്താണ്. Walking, 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 hop, hop, hop. Running, 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 no we stop. Then next, kick, tick tock. Tick tock, tick tock, tick tock, tick tock. Hop, hop, hop. Running, 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 no we stop. Then next, ready with jumping, 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 jumping. Hop, hop, hop. Running, 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 running. We are stop. ചെയ്തു. പകുതി എത്തിയപ്പോൾ കുറച്ച് നാണമൊക്കെ വന്നല്ലേ? നന്നായിട്ട് ചെയ്തിട്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. പ്രിപ്പയർ ചെയ്തായിരുന്നു, പക്ഷെ ഇത് മതി. നെക്സ്റ്റ് ടൈം ചെയ്തോ. അതെ അതെ. ചിലപ്പോ സ്റ്റക്കായി നിൽക്കായിരുന്നു ചില ടൈമിൽ. ക്ലിയർ ആയില്ല, കറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ. എന്നാലും ആക്ഷൻ ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ. ഓക്കെ. ദെൻ മെറിൻ. മെറിൻ ചെയ്തതാണോ? മെറിൻ എന്താണ്? മെറിൻ ചെയ്തതാണോ? ആക്ഷൻ സോങ് ചെയ്തതാണോ? ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഞാൻ പേടിച്ചായിട്ട് എല്ലാം തന്നെയാണ് കരുതി. ഓക്കെ. ദെൻ വിനീത. വിനീത ചെയ്തതാണോ? ഞാൻ ചെയ്തായിരുന്നു. ചെയ്ത. ആരൊക്കെ ചെയ്യാത്തത്? ഒന്ന് പേര് പറയൂ. ആരൊക്കെ ചെയ്യാത്തത്? അമൃത മിസ്. അമൃത. ഇപ്പൊ റെഡി ആണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. മിസ് റിയോ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ അടുത്ത ക്ലാസ്സിൽ ചെയ്തോളാം.
ഇനി അടുത്ത ക്ലാസ്സില്ല, ഈ ക്ലാസ്സിൽ തന്നെ ചെയ്യണം. നെക്സ്റ്റ് ആരാ? അമൃത, വേഗം ഒന്ന് പ്രിപ്പയർ ചെയ്തോളൂ, ഇപ്പൊ തന്നെ ചെയ്യണം. ഓക്കെ മാം ഞാൻ ജിബി യെസ് ചെയ്തതാണ്? അല്ല. റെഡിയാണോ? റെഡിയാണ്. അന്ന് ചെയ്തോളൂ. ഓക്കെ, വെരി ഗുഡ്. നമ്മൾ എപ്പോഴും റെഡി ആയിരിക്കണം. ഓക്കെ ടീച്ചറെ ഇത് ചെലപ്പോ റേഞ്ച് കിട്ടൂല കേട്ടോ, റേഞ്ച് പോക്കാണ്, ചെലപ്പോ കട്ടാവും. അതിനു മുമ്പ് വേഗം ചെയ്തോളൂ. റിങ് 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 ചെയ്യാവോ? കുറച്ചുകൂടി അങ്ങോട്ട് ഇറങ്ങി ചെയ്യാവോ? ബാക്കിലോട്ട് ഫേസ് കിട്ടുന്നില്ല. ഓക്കെ ഓക്കെ, ഇപ്പൊ ഓക്കെ. റിങ് 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 roses, a full of pocket pieces. Hush ba, hush ba, hush ba ba. They all pull down. Thank you. ജിബി കംപ്ലീറ്റ് ആയോ അത്? ഇത്രേ ഉള്ളൂ. ആ കൊച്ചിൻ എന്റെ ഒരു കൊച്ചിന്റെ പുസ്തകത്തിന് എഴുതിയതാ. ഓക്കെ, നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്, നല്ല ആക്റ്റീവ് ആയിട്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് ആരാ? മാം സുജാത ആണോ? മാം അല്ല, റോൾ പ്ലേ. ഓക്കെ, this role play is taking place in a school compound. Nibu, what happened, Manha? Manha, nothing. Nibu, tell me, why are you so gloomy? What is the matter? Manha, yesterday my father's friend, Balan uncle, came home. He brought many sweets for me. I am seeing him for the first time. My father asked me to go and sit near him. At that time, my father went out to attend a call and my mother was in the kitchen. Then, Balan uncle touched on my body parts, which I was not at all comfortable. Nibu, Manha, our teacher taught us in the class few days before about good touch and bad touch. So I think that uncle was doing some bad touches in your body, that too without your consent. Manha, yes, Nibu, he is a very bad person, but I was so afraid at that moment. Nibu, don't worry, Manha. As our teacher told us, don't get tensed at such situations. If you are not comfortable at such situations, just shout at him or you call your parents and tell them. Then your parents will handle the situation carefully. Come, now let's go and inform this to our class teacher. Manha, okay, Nibu. Thank you for your support. Let's go. Conclusion. If anybody misbehaves at you in a bad way, either physically or mentally, share your emotions and problems with your dear ones. They will help you to solve it. Thank you. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ നന്നായിട്ട് ചെയ്തു കേട്ടോ. സുജാതയാണോ ഇത്? നന്നായിട്ട് ചെയ്തു. പക്ഷെ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കോൺവെർസേഷൻ ഡിഫറെന്റ് ആകുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു ബുക്ക് റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ് കോൺവെർസേഷൻ ഡിഫറെന്റ് ആകുന്നത്. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുമ്പോൾ ഇതേപോലെ ഒരേ ലെവലിലാണോ പറഞ്ഞു പോകുന്നത്? ചിലപ്പോ ദേഷ്യം വരുമ്പോ നമ്മൾ എങ്ങനെയാണ് ഷൗട്ട് ചെയ്യും അല്ലെ, സൗണ്ട് കൂട്ടും അല്ലേ? അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ട്രൈ ചെയ്യുമ്പോ ഇനി നെക്സ്റ്റ് റോൾ പ്ലേ ചെയ്യുന്നവരെല്ലാരും അതേപോലെ ചെയ്യാം. ഓക്കെ, നമ്മുടെ സൗണ്ട് മോഡുലേഷന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? സരിജ. സരിജ എവിടെ? സരിജ സരിജ സരിജയുടെ മെസ്സേജ് കണ്ടതായിരുന്നല്ലോ ഇപ്പോ. മിസ് ഞാൻ നെക്സ്റ്റ് ക്ലാസ് ചെയ്തുതരാം.
ഓക്കെ, ഇത് എത്രാമത്തെ ക്ലാസ് ഇപ്പോ? നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും ചെയ്യണം കേട്ടോ. ഷുവറായിട്ട് ചെയ്യും. ഞാൻ ചെയ്യട്ടെ മാം? പേരെന്താ? സീലി. സീലി. ഓക്കെ ഓക്കെ സീലി. Ring a roses, a bucket full of roses. Had an issue, we all fall down. Ring a roses, a bucket full of roses. Asha, Asha, all stand still. ഓക്കെ ഓക്കെ, നന്നായിട്ട് ചെയ്തട്ടോ. Okay, thank you. വെരി ഗുഡ്. ഓക്കെ മിസ്സേ ഞാൻ ചെയ്തോട്ടെ? ഫാത്തിമയാണോ? അതെ, റോൾ പ്ലേ ആണ്. ഓക്കെ. റോൾ പ്ലേ ചെയ്യുമ്പോ ക്യാരക്ടേഴ്സിനൊക്കെ നമുക്ക് മനസ്സിലാവണം, ക്ലിയർ ആയിരിക്കണം. ഓക്കെ, സൗണ്ട് മോഡുലേഷനൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, കണ്ടി സ്റ്റാർട്ട് ചെയ്തോളൂ. കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നാണോ? അല്ല, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ എന്നാ ചോദിച്ചത്. കേൾക്കുന്നുണ്ട്. ക്ലിയർ ആണ്. Emotional well-being and mental health. Characters: Arati, a teenage girl. Her mom, class teacher, other friends. Background: in the kitchen, Arati's mom is looking and also she is singing a song. At that time, Arati is coming to the kitchen. Scene 1. Arati said to her mom, I adore her. Looking to mom, she sings in any situation. Arati's mom turned back and said, Arati, you are wearing 2 different ribbons. Arati, yes mom. എനർജറ്റിക് ആയിട്ടൊന്ന് പറഞ്ഞേ. സൗണ്ട് ഇല്ല മിസ്സേ. ക്ലിയർ ആണ്. സൗണ്ട് കെടി സൗണ്ട് തന്നെ മതി. നമ്മളിപ്പോ ആരതി എന്നാണ് വിളിക്കുന്നത്. ദേഷ്യം വരുമ്പോ നമ്മൾ ആരതി എന്ന് വിളിക്കോ? ആരതി എന്ന് പറഞ്ഞ നമ്മൾ സൗണ്ട് ഒക്കെ ഒന്ന് കൂട്ടില്ലേ? നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ പറയാം. ഓക്കെ, കോൺവെർസേഷൻ അല്ലേ ഇത്? സ്നേഹത്തോടെ പല ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു കോൺവെർസേഷൻ അല്ലേ? അപ്പൊ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട സൗണ്ട് മോഡുലേഷൻ ഉണ്ട്, അതൊക്കെ ഒന്ന് ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കൂ. Okay. Arati, yes mom, I like both the colors, so I am wearing them together. Arati's mom, okay, as long as you're happy. Take your lunchbox. She gave her lunchbox and kissed her forehead. Scene 2. In a classroom, Arati friends are playing and talking together. No one noticed her. Arati, thinking in mind, no one looking to me. I'm probably not worthy to be a part of their group. She's eating her lunch alone and looking into their lunchbox. Arati, they all have such fancy tiffin and eat lunch in groups. There's no one share lunch with me. I feel so lonely. Arati lay down in the desk. At that time, her class teacher entered the room and said to Arati, Teacher, hello Arati, would you like to join me for a walk? They are walking in the veranda. Teacher, are you okay, dear? I see that you are upset. Is everything all right? Arati, sadly. I don't have any friends. I feel all alone. When I see them talking to each other, playing and singing songs, I feel I can never be a part of their group. Nobody wants me around. Nobody talks to me. Nobody shares their tiffin with me. I always eat alone. Teacher, Ardi, I'm proud that you are able to express your emotion. Your mother has packed a nutrition food which is better than having a fancy tiffin box. I can understand that must be challenging for you sometimes, but you have these gives to respond is these situations in a positive way. You are not alone. Choose your way to manage your emotions. Arati, my mother tells me to sing this song whenever I feel difficulty in managing with my emotions and I feel better. Teacher,
Oh, is that you are humming with you while sitting in a room? Scene 3. Arati back to her classroom. The bell rings. Other students join the class and teacher coming to the class. Teacher. Good morning, students. Please be attention. Our school is organizing an inter-school singing competition. If you are interested to participate, please come here and sing a few lines for the class. Some children's come forward ready to sing. They are singing their song. Suddenly, teacher calling Arati, and she was nervously looking to the teacher. Teacher, Arati, would you like to share talent with the class? Arati walks forward without any interest. Children laugh and make fun of her ribbon. Friend 1, aha, laughing. Look at her hair. She's wearing two different color ribbons. How stupid. Arati walks towards the teacher and tells them, Arati, Mom is so kind and supportive. Me inspire, Ma inspire me to sing and can I sing well? I can show my talent. She is starting to sing. One day, I fly high. Everyone looked at her in surprise. She smiled at the end of the song. Arati has managed to face his challenging emotions as he stood out in her class. She stands with some energy to this inter-school singing competition, ready to shine again. Scene 4. Competition day. Arati sings from the stage. One of the spectators say that she sings well. At that time, Arati's mom hears it. Mother, that's my doctor, she smiled. The audience claps, announcing the winner. The first prize for inter-school singing competition goes to Arati. Everyone claps and headmaster gives trophy to Arati. She happily holds it up. Knowing and managing emotions are very important, like our capacity to see, hear, smell, touch, and think. Our capacity to feel is equally important for self awareness. The ability to talk about feelings is important in adolescence. When teenagers face emotional pressure, always remember you are not alone and should share your feelings. You have love and support, and your mental health and emotional well-being matter a lot. Thank you. ഓക്കെ ഫാത്തിമ, നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ സൗണ്ട് മോഡുലേഷൻ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ശ്രദ്ധിക്കണം നെക്സ്റ്റ് ടൈമില്. അപ്പൊ ഇതൊക്കെ ഇപ്പൊ എങ്ങനെയാണ് കോൺവെർസേഷൻ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടോ? ഇപ്പോ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു കോൺവെർസേഷൻ? സിജി, എങ്ങനെയാണ് ഒരു കോൺവെർസേഷൻ ചെയ്യുന്നത്? നമുക്ക് ആ ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഇവിടെ ലിസൺ ചെയ്യല്ലേ, കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ക്യാരക്ടേഴ്സ് ഒക്കെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് തിരിച്ചറിയാൻ കഴിയണ്ടേ, റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയണ്ടേ ഓരോ ക്യാരക്ടേഴ്സിനെയും? നമ്മളൊന്നെങ്കിൽ നമ്മുടെ വോയിസ് ടോൺ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മളൊന്ന് പോസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു ടൈം കൊടുക്കണം, ഒരു ചെറിയൊരു സെക്കൻഡ് ഗ്യാപ്പ് കൊടുക്കണം. എന്നാലാണ് നമുക്കൊന്ന് ക്ലിയർ ആവുള്ളൂ. ഇപ്പൊ മിക്കവരും ചെയ്തത് എങ്ങനെയായിരുന്നു? ജസ്റ്റ് റീഡ് ചെയ്യുന്ന ഒരു ഫീലാണ്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. എങ്ങനെയാണ് സിദ്ധിക്കുന്നത്? യെസ് മാം, അത് അങ്ങനെ തന്നെയാണ് എനിക്കും ഫീൽ ചെയ്തത്. അല്ല, വീഡിയോയുടെ പ്രശ്നമില്ല. നമ്മൾ പറയുമ്പം ഒരാളുടെ ഇത് നമ്മൾ കറക്റ്റ് ആ ഒരു ക്ലാരിറ്റി കൊണ്ടുവരിക. പിന്നെ നെക്സ്റ്റ് ആൾ വരുമ്പോൾ ഒന്ന് പോസ് ചെയ്തിട്ട്, ഇല്ലെങ്കിൽ എന്റെ സീനാണ് അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ ഇപ്പൊ ആണാണെങ്കിൽ നമ്മുടെ വോയിസിന് കുറച്ചുകൂടി ബാസ് വരുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും പറയാം. അങ്ങനെ ട്രൈ ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യേണ്ടത് കേട്ടോ, ഗ്രാമർ മിസ്റ്റേക്കോ അതൊന്നും നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. ഓക്കെ, ഇത് പ്രോപ്പർ വേയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയിരിക്കണം. ഇത്ര ലോങ് ആയിട്ടുള്ള കോൺവെർസേഷൻ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ചെറുതാണെങ്കിലും എന്താണ് ക്ലിയർ ആയിരിക്കണം. അത് ആ ക്യാരക്ടേഴ്സിലേക്ക് നമുക്കൊന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, വേറെ ആരെന്തോ പറഞ്ഞല്ലോ, ആരായിരുന്നു? സുഹാനത്താണോ?
അല്ല സ്റ്റോറി വായിക്കണ പോലെ ഫീൽ ചെയ്തു എന്ന് പറയാം. വായിക്കുന്നത് പോലെ തന്നെയാണ് ഫീൽ ചെയ്തത്. അതെ, കറക്റ്റ് ആണ്. നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് ഫാത്തിമ. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അതെ, എല്ലാരും ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ടൈം ചെയ്തതായിരുന്നോ? റോൾ പ്ലേ ചെയ്തതായിരുന്നോ? സുഹാനത്ത് ഞാൻ ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും ചെയ്യാം. സുഹാനത്താണ് നെക്സ്റ്റ് ക്ലാസ്സിൽ റോൾ പ്ലേ ചെയ്യേണ്ടത്. ഓക്കെ, സുഹാനത്ത് റെഡിയാണോ? റെഡിയാണ്. ഓക്കെ. പിന്നെ ആരാ നെക്സ്റ്റ് ക്ലാസ്സിൽ റോൾ പ്ലേ ഓർ ആക്ഷൻ സോങ്? നിങ്ങളുടെ ക്ലാസ്സിലെ പെർഫോമൻസ് ഒക്കെ ഞാൻ ഇവാലുവേറ്റ് ചെയ്ത് മാർക്ക് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പൊ എനിക്കറിയാം കുറെ പേര് എനിക്ക് ഫെമിലിയർ ആണ്. അവരുടെ പേരൊക്കെ സിയ, സിജി, ഓക്കെ, കുറെ പേര് ഫെമിലിയർ ആണ്. ഗീതു, ശില്പ, വിനീത അടുത്ത ക്ലാസ്സിൽ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. വിനീത? അതെ അതെ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് മിസ് റിയ ആക്ഷൻ സോങ് ഇപ്പോഴാണോ? ഇല്ല, നെക്സ്റ്റ് ക്ലാസ്സില് റിയ. റിയ. ഓക്കെ, റിയ. മാം പേരെന്താ? സ്മൃതി. അല്ല, ശ്രുതി. ഓക്കെ, സോറി, ശ്രുതി. ഓക്കെ. ആക്ഷൻ സോങ് ആണോ? അവിടെ ഫേസ് കാണുന്നില്ലടാ. ഒരു മിനിറ്റ് മാം. ഓക്കെ. മാർക്ക് ഇട്ടെന്ന് പറഞ്ഞപ്പോ എന്തോരോ ആൾക്കാരാ. ഇത്രയും നേരം വിളിച്ചിട്ട് പോലും ആരും വരുന്നുണ്ടായിരുന്നില്ല ചെയ്യാനായിട്ടല്ലേ? ഓക്കെ. ഇപ്പോ വേറെ ആരെങ്കിലും ഉണ്ടോ ആക്ഷൻ സോങ് ചെയ്യാനായിട്ട്? ഓക്കെ, ശ്രുതി. ഓക്കെ, റെഡിയാണോ? ഓക്കെ. ഇവിടെ ഫേസ് കാണുന്നില്ല, ഫേസ് ക്ലിയർ. ഓക്കെ. The bus come fast. The red light is on. Stop. The yellow light is on. Wait. The green light is on. Go. The bus come fast. Thank you, ma'am. ഓക്കെ. ശ്രുതി അല്ലേ? ഓക്കെ, ശ്രുതി. പ്രോപ്പർട്ടി. ഓക്കെ, പിന്നെ ആരാ? നമിതയാണോ? ഞാൻ റെഡിയാണ്. നമിത. Oh, so happy, I'm so happy, sing with me. Clap your hands, stump your feet, swing your hands, dance everybody and sing with me. Jump around, touch the sky and touch around. Dance everybody and sing with me. La 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 la. Sing with me. എക്സലന്റ് നമിത, നന്നായിട്ട് ചെയ്തിട്ട്. വെരി ഗുഡ്. അപ്പൊ ബാക്കിയുള്ളവര് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു എക്സ്ക്യൂസും പറയരുത്. പേര് വിളിച്ച അപ്പൊ തന്നെ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ ആണോ? ആക്ഷൻ സോങ് ചെയ്തോര് ഇനി ചെയ്യണ്ടല്ല. എന്റെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നോ സജ്ജന? ഞാൻ ഇംഗ്ലീഷ് ടീച്ചറിന്റെ ക്ലാസ്സിലാ ചെയ്തത്.
എന്റെ മാർക്ക് വേണ്ട. അപ്പൊ എന്റെ മാർക്ക് വേണ്ട. അപ്പൊ ഒന്നോട് ചെയ്യണമെന്നാ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാന്ന. ഇന്ന് പ്രിപ്പയർഡ് അല്ല. ബാക്കിയുള്ളവര് നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്തിട്ട് വരിക. മാം ഓൾറെഡി ചെയ്തവര് വീണ്ടും ചെയ്യണോ? മാർക്ക് വേണമെങ്കിൽ ചെയ്യണം. മിസ്സേ ഓരോ മിസ്സിന്റെ അടുത്തും ചെയ്യണോ അപ്പം? വേണം. ഓക്കെ ഓക്കെ. ഓൾറെഡി പല പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞത് അത് മിണ്ടാതിരിക്കും. മാം ലാസ്റ്റ് ടൈം ചെയ്തത് ആരുടെ അടുത്താണ് സത്യം പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയൊന്നുമില്ല, നമുക്ക് മാറ്റിപ്പിടിക്കാം. മിസ് ഞാൻ കുട്ടിനെ റോൾ പ്ലേ ചെയ്തതാണ് ഓൾറെഡി. ഞാൻ പറഞ്ഞ ഇപ്പോഴും ചെയ്യാൻ റെഡിയാണ്. എന്റെ ചെറിയൊരു വേണ്ടതാണ് ചെയ്ത് കാണിക്കട്ടെ ഇപ്പൊ. ചെറുതാണോടാ? ചെറുതാണ്. ഓക്കെ ഓക്കെ, വേഗം ആയിക്കോട്ടെ. A kid playing in the sand and her mother is watching it. The child come to the kitchen after playing and start to eat food. Mother, what are you doing? Did you wash your hands? Why did you forget that? Do you know what kind of diseases can come from not washing your hand? If you don't wash your hands, the germs in the hand reaches the stomach while you eat and the cause stomach pain and vomiting. Washing hands can keep you healthy and prevent the spread of respiratory and diarrheal infections. Hand washing has proved the best way to keep you healthy. You must wash your hands before and after eating food. Put the food there and go wash your hands. Okay, Siya, excellent. നന്നായിട്ട് ചെയ്തട്ടോ. മാം ഒരു ഡൗട്ട് മാം. മാം നമ്മുടെ ഈ റോൾ പ്ലേ നമ്മൾ ഓൾറെഡി വേറെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ സെയിം തന്നെ വായിക്കണോ അതോ ഇനി അതിന് വേറെ എടുക്കണോ, എങ്ങനെയാണ്? അതോ ആക്ഷൻ സോങ് മാത്രം മാമിന്റെ? അല്ലെങ്കിൽ നിങ്ങൾ അത് തന്നെ ഇവിടെയും ചെയ്യാൻ, നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ? നമ്മൾ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ആരും മറക്കരുത് കേട്ടോ. സുഹാനത്താണ് നമ്മുടെ റോൾ പ്ലേ ചെയ്യുന്നത്. ബാക്കിയുള്ളവർ ആക്ഷൻ സോങ് പ്രിപ്പയർ ചെയ്തിട്ട് വരണം. ആക്ഷൻ സോങ് ചെയ്തവര് റോൾ പ്ലേ. മിസ്സേ ഞാനും ഉണ്ട് റോൾ പ്ലേ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ചാൻസ് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ച് പഠിച്ചു. ഓക്കെ, അപ്പൊ ഏതൊക്കെ ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യാം? ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യാം, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും അഫക്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ. ദെൻ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി പഠിക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. ഓക്കെ, മോട്ടോർ ഡെവലപ്മെന്റ്. അപ്പൊ ഈ ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് ഇൻക്രീസ് അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഒരു കുട്ടിക്ക് കൊടുക്കാൻ കഴിയുന്നത്? എന്താണ് ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല്? എന്താണ് ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ്? ഫൈൻ മോട്ടോർ സ്കിൽ എന്താണ്? മാം കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറയാം കുട്ടികളെ കൊണ്ട്. ഓക്കെ, അല്ല അതിനു മുമ്പ് എന്താണ് ഫൈൻ മോട്ടോർ? മോട്ടോർ ഡെവലപ്മെന്റ് എന്താണ്? മോട്ടോർ ഡെവലപ്മെന്റ് കൈയുടെയും കാലിന്റെയും ഒക്കെ motor skills are the ability of a child to use hair മസിൽസ് യൂസ് ചെയ്ത് ചെയ്യുന്ന എല്ലാ ആക്ഷൻസും എല്ലാം എന്താണ്? മോട്ടോർ ഡെവലപ്മെന്റ് ആണ്. അതിൽ ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് ഉണ്ട്, അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം കുട്ടികൾക്ക്? ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റിന് വേണ്ടി ആക്ടിവിറ്റിയാണ് അല്ലേ? അല്ലെങ്കിൽ ഡ്രോ ചെയ്യുമ്പോ ഒരു ബ്രഷ് ഹോൾഡ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം? സ്റ്റിക്കിംഗ് സ്റ്റിക്കർ പറക്കാനായിട്ട്. അതെ, സ്റ്റിക്ക് ദ ബോൾ. വെരി ഗുഡ്. പിന്നെ എന്തൊക്കെയാണ്? പിക്ക് ചെയ്യാൻ പഠിപ്പിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ കുറച്ച് ആക്ടിവിറ്റീസ് എഴുതിയിട്ട് വരിക. ഓക്കെ,
ഇതുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന കുറച്ച് ആക്ടിവിറ്റീസ് എഴുതിയിട്ട് വരിക. ഓക്കെ, ക്ലിയർ ആയോ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? Okay, ma'am. Thank you. Thank you, ma'am. നമ്മൾ മോട്ടോ ഡെവലപ്മെന്റ് എന്താണെന്ന് പഠിക്കും, അതിന്റെ പ്രിൻസിപ്പിൾസ് പഠിക്കും. അത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വരണം എല്ലാവരും കേട്ടോ. പിന്നെ ഇത് ഈ ആക്ടിവിറ്റീസ് എഴുതിക്കൊണ്ട് വരണം, ആക്ഷൻ സോങ് അല്ലെങ്കിൽ റോൾ പ്ലേക്ക് പ്രിപ്പയർ ചെയ്തിട്ടും വരണം. ഇത്രയും കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്തിട്ട് വരണം. ഓക്കെ.